സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു കൊറിയൻ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന്. അത് ഏത് ജേണറൊന്നുമില്ല, ഏതെങ്കിലും ഒരു കൊറിയൻ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന്. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് തന്നെ പറയാം. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണറായ ഒരു ഹൊറർ സിനിമ. അപ്പോൾ പറഞ്ഞു വരുന്നത് ദ ഡാർക്ക് നൺസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സിന്റെ ജീവിതത്തിലൂടെയാണ് കഥ പോകുന്നത്. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, 2015 ഇറങ്ങിയ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് ആണ് ഈ ഒരു ചിത്രം. അതിലേക്ക് നമുക്കെത്താം. അതിനു മുമ്പ് ചിത്രത്തിന്റെ പ്ലോട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം. അപ്പോൾ ചിത്രം എക്സോസിസവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഒരു കുട്ടിയുടെ ദേഹത്ത് ഡെവിള് കയറുന്നതും അതിനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള എക്സോസിസ് സിനിമകളിലൊക്കെ ഉള്ളതുപോലൊക്കെ തന്നെയാണ് ചിത്രത്തിൽ ഉള്ളത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡയറക്ടർ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ക്രിസ്ത്യൻ ബിലീഫിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്രിസ്ത്യൻ ബിലീഫിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രവാദവും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു എക്സോസം ചെയ്യുമ്പോൾ ഒരു പുരോഹിതന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. സാന്നിധ്യമല്ല, ഒരു പുരോഹിതനാണ് സഭ അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് എന്നതാണ് എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്കറിയാവുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കാരണം ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് പവറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന, അതായത് അവരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളുണ്ട്. അങ്ങനത്തെ മൂർച്ചയുള്ള അങ്ങനത്തെ ആയുധങ്ങളല്ല, മറിച്ച് ഹോളി ബൈബിൾ ആയിക്കോട്ടെ, ക്രോസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹോളി വാട്ടർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവർ അണിയുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഒക്കെ തന്നെ പവർ പിശാചിന് പേടിയാണെന്നുള്ള ഒരു കൺസെപ്റ്റും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു സിസ്റ്റേഴ്സ് അത്രയും എക്സോസിസം ചെയ്യാൻ വരുന്നതും അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടും അവരെ കൊണ്ട് അതിന് സാധിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇവരതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിനിയെ സമീപിക്കുന്നതും, അപ്പോൾ കൊറിയൻ എക്സോസിസം, കൊറിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തി വരുന്ന എക്സോസിസം ഉണ്ടാവുമല്ലോ. അതായത് ക്രിസ്ത്യൻ ബിലീഫിൽ നിന്ന് മാറിയിട്ട് അവരുടേതായിട്ടുള്ള കൾച്ചറിൽ നടത്തി വരുന്ന ഒരു എക്സോസിസം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹായം കൂടെ നേടുന്നതും, അതായത് ഒരേ സമയം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു വ്യക്തിനെ ഇപ്പോൾ ഒരു ബാധ കയറി, അപ്പോൾ ആ ബാധ ഒഴിപ്പിക്കാനായിട്ട് ഒരു വശത്ത് ഒരു ക്രിസ്ത്യൻ എക്സോസിസവും, അതേപോലെ തന്നെ അതിൻ്റെ മറുവശത്ത് എന്താ പറയുക മറ്റൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ മതത്തിൻ്റെ രീതിയിലുള്ള ഒരു എക്സോസിസവും ഒരേ സമയം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കും കൂടെ ചിത്രം പോകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ തന്നെയാണ് നമ്മളെ കുറച്ചും കൂടെ ചിത്രത്തിലേക്ക് എൻഗേജിങ് ആക്കുന്നത്. ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ലോ പേസിൽ തന്നെയാണ് ചിത്രം പോകുന്നത്. ഒരു ഹൊറർ സിനിമയാണെങ്കിലും ആ ഒരു ജംപ് സ്കെയർ സീനുകളൊക്കെ ചിത്രത്തിൽ വളരെ കുറവ് തന്നെയാണ്. അത് പൊതുവെ ഇത്തരം എക്സോസിസം സിനിമകളിൽ കുറവ് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന 2015 ഇറങ്ങിയ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടാണ് ഈ ഒരു ചിത്രം എത്തിയിരിക്കുന്നത്. പക്ഷേ ചിത്രം കഴിയുന്നിടം വരെ ഇതൊരു സ്പിൻ ഓഫ് ആണ് എന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ചിത്രത്തിൻ്റെ അവസാനം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ക്യാരക്ടർ റിവീലിംഗ് ഉണ്ട്. അത് കാണുമ്പോൾ ആ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വളരെ നല്ലൊരു എന്താ പറയുക, ഒരു അടിപൊളി എക്സോസിസം സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമ തന്നെയാണ് ദ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു തുടക്കം തൊട്ട് എൻഡ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമ തന്നെയാണ്. അതിനപ്പുറം വിശ്വാസത്തെയും അങ്ങനത്തെ കാര്യങ്ങളെയും കുറിച്ചും ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ 2015 ഇറങ്ങിയ ദ പ്രീസ്റ്റ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷെ അതും ഇതുമായിട്ടും വലിയ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിത്രത്തിൽ അങ്ങനെ കണക്ഷനൊന്നുമില്ല. എൻഡിങ്ങിൽ ഒരു ചെറിയ കണക്ഷൻ അവിടെ വെക്കുന്നുണ്ട്. തീരുന്നതും ആ ഒരു രീതിക്ക് തന്നെയാണ്. അതൊക്കെ തന്നെ നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. അതിലേക്ക് വന്നാൽ അത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ എന്താ പറയുക സ്പോയിലറായി പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സ്പോയിലർ അല്ലേ എന്ന് ചോദിച്ചാൽ സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല. കാരണം തുടക്കത്തിലേ കാണിച്ചു പോകുന്ന 1-2 കാര്യങ്ങളാണ്. കാരണം ചിത്രത്തിന് പറയാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വെറും ഒരു ഹൊറർ സിനിമ അല്ലെങ്കിൽ ഒരു എക്സോസിസം സിനിമ എന്നതിനപ്പുറം ചിത്രം നമുക്ക് മുമ്പിലേക്ക് ഇടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു വിവാദത്തിലേക്ക് എത്താം എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും തന്നെയാണ് അത് തന്നെ പറയാലോ. തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ, എക്സോസിസം അല്ലെങ്കിൽ ഹൊറർ സിനിമകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഡാർക്ക് നൺസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. എന്താ പറയുക, ഒരു വശത്ത് മെഡിക്കൽ സയൻസ്, ഒരു വശത്ത് ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തന്നെ അത് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 പുരോഹിതനാണെങ്കിൽ ഇവിടെ 2 സിസ്റ്റേഴ്സ്, ആ ഒരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഇത്തരം ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.